ക്രിസ്മസിനോട് അനുബന്ധിച്ച് നമ്മളുടെ പല കരോൾ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെട്ടത് നമ്മൾ കണ്ടു. അതിനെ എങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങളും മാധ്യമങ്ങളും അതിനെ വ്യാഖ്യാനിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെയെല്ലാം നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡിസംബർ മാസം അവസാനമായപ്പോഴേക്കും ക്രൈസ്തവരോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം രാഷ്ട്രീയ പാർട്ടികൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ തോന്നിയതിന്റെ പിന്നിലുള്ള ഒരു ആദർശം എന്ന് പറയുന്നത്, ക്രൈസ്തവരെ പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് തന്നെ ചേർത്ത് നിർത്തുക ഒരാവശ്യമാണ് എന്ന് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പരമ്പരാഗത രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് ഒരു മൂന്നാം മുന്നണിയിലേക്ക് ക്രൈസ്തവർ കൂടുതലായിട്ട് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്നുള്ള ഒരു ഭയപ്പാട്, അത് ചിലയിടങ്ങളിൽ തിരുവനന്തപുരം പോലെയുള്ള കോർപ്പറേഷൻ പോലെയുള്ള മേഖലകളിൽ അലയടിച്ച ചില മാറ്റങ്ങൾ. അപ്പോൾ ഇതൊക്കെ ക്രൈസ്തവർ രാഷ്ട്രീയത്തിൽ നിർണായകമായിട്ടുള്ള ഒരു സ്വാധീന ശക്തിയായിട്ട് മാറുന്നുണ്ട് എന്ന് ചിന്തിപ്പിക്കാൻ ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ BJP പോലെയുള്ള സംവിധാനങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പോകാൻ സാധ്യതയുണ്ട് എങ്കിൽ അതിനെ ആദർശപരമായിട്ട് തന്നെ ചെറുക്കാനുള്ള ഒരു പരിശ്രമം മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം, 2026 അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ്. ആ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമുദായം എങ്ങനെ നിർണായകമായിട്ട് തീരുന്നു എന്നത് ഓരോ സമുദായ അംഗവും വ്യക്തിപരമായിട്ട് കൂടുതൽ ചിന്തിക്കുകയും പഠന വിഷയമാക്കുകയും ചെയ്യേണ്ട കാര്യമാണ്.